സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. നമ്മുടെ കിരീടം എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് സേതുമാധവൻ എന്നാണ്. അതിലൊരു വില്ലൻ കഥാപാത്രമുണ്ട്. നമ്മുടെ കൊച്ചിൻ അനീഫ ചേട്ടനായിരുന്നു ആ ഒരു കഥാപാത്രം ചെയ്തിരുന്നത്. ഹൈദ്രോസ് എന്നാണ് പേര്. ഈ ഹൈദ്രോസിന് ഒരു പ്രശ്നമുണ്ട്. അയാളാക്കൾ ഗംഭീരനായിട്ടുള്ള ഒരാൾ മുമ്പിലില്ലെങ്കിൽ തൻ്റെ വില്ലത്തരം എവിടെയും പ്രദർശിപ്പിക്കാൻ ഹൈദ്രോസിന് കഴിയില്ല. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഹൈദ്രോസ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതേപോലെ തന്നെ ഒരു ഹൈദ്രോസും ഒപ്പം തന്നെ ഒരു സേതുമാധവനുണ്ട്. ഹൈദ്രോസ് ആരെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ്. അതേസമയം മോഹൻലാലിന്റെ കഥാപാത്രമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നത് CJP എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന വെറും 29 വയസ്സ് മാത്രമുള്ള ആ ഒരു ചെറുപ്പക്കാരനാണ്. വെറും 29 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരനാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിസ്മയകരമായ കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമരത്തിൽ ആദ്യാവസാനം ആ ഒരു ചെറുപ്പക്കാരൊപ്പം നിന്ന ആളുകൾ ആരൊക്കെയാണ്. ഒരു സംശയവും വേണ്ട. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പ് വരുത്താവുന്നതാണ്. ഈ ഇന്ത്യയിലുള്ള ഒരു തരി മാത്രം മതി എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ വളരെ കുറവ് മാത്രമുള്ള, ഇപ്പോൾ എവിടെയും അധികാരത്തിലില്ലാത്ത CPMന്റെ ആളുകളാണ് തീർച്ചയായിട്ടും ആ ഒരു ചെറുപ്പക്കാരുമായിട്ട് തുടക്കം മുതലേ ഒത്തുചേർന്നിരുന്നിരുന്നത്. വേണമെങ്കിൽ അത് കൃത്യമായിട്ടും നമ്മുടെ CPMന്റെ പോളിറ്റ് ബ്യൂറോ അവിടെ നിന്ന് തന്നെ അതിന് ഉത്തരം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ഘട്ടം മുതൽ ജൂൺ 20-നാണ് ഈ സമരം ആരംഭിച്ചത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും അവിടെ പോയിട്ടുണ്ട്. ഈ നാളിൽ രാഹുൽ ഗാന്ധി ഈ ജന്തർ മന്ദർ സമരകേന്ദ്രത്തിൽ ഇതുവരെ പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പോയിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി ഇതുവരെയായിട്ടും ആ ജന്തർ മന്ദിർ എന്ന് പറയുന്ന ആ ഒരു സമരവേദിയിലേക്ക്, ജന്തർ മന്ദിറിലെ സമരവേദിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പുറത്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സമരമുറകളെല്ലാം നമ്മൾ കണ്ടത്. എന്തൊക്കെയായാലും രാഹുൽ ഗാന്ധി വന്നോട് കൂടിയിട്ട്, അതും ഈ അവസാന നിമിഷം അദ്ദേഹം എത്തിയോട് കൂടിയിട്ട് ഇത് മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം തുടക്കം മുതലേ നടന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയാണ് ഈ വിജയത്തിന്റെ അപ്പോസ്തലൻ എന്ന രീതിയിലൊക്കെ വർത്തമാനങ്ങൾ കാണാനുണ്ട്. ആയിരുന്നു സുഹൃത്തുക്കളെ. വേണമെങ്കിൽ ഇന്ന് മാധു എന്ന് പറയുന്ന ഒരു വാർത്താ അവതാരിക, റിപ്പോർട്ടറുള്ള വാർത്താ അവതാരിക, കൃത്യമായിട്ടും കോൺഗ്രസിന്റെ ഈ ഒരു നെറുകെട്ട രാഷ്ട്രീയത്തെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ തന്ത ഞാനാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആ ഒരു രാഷ്ട്രീയത്തെ മാധു കൃത്യമായിട്ടും പൊളിച്ചടക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ് കേട്ടോ, ഒന്ന് കണ്ടുപോകൂ. എനിക്ക് ഈ ദിവസം അങ്ങ് ഈ ചർച്ചയിൽ അതിഥിയായി വന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഓരോ ദിവസവും അങ്ങ് വൈകുന്നേരങ്ങളിൽ, രാത്രികളിൽ അവിടെ പോയി നിൽക്കുകയും ആ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു. ഈ രാത്രിയിൽ ക്ഷീണിച്ചുറങ്ങുന്ന വിദ്യാർത്ഥികളോട് സംവദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ആ സമരവേദിയിൽ ഏറ്റവും കൂടുതൽ എത്തിപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ശ്രീ A. റഹീം. ഈ സമരം വിജയിക്കും എന്ന് കരുതിയിരുന്നു? അതോ ഈ പറയുന്നത് പോലെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് പറയുന്ന ഒരു ഇരുമ്പ് മറയ്ക്ക് മുന്നിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ എപ്പോഴും നോക്കൂ, കൃത്യമായിട്ട് മാധു A. റഹീം എന്ന് പറയുന്ന ഇടതുപക്ഷക്കാരനെ അഭിസംബോധന ചെയ്യുന്നത്, നിങ്ങൾ ഇന്ന് ഈ ഒരു ചർച്ചയ്ക്ക് വന്നിരുന്നതിൽ ഏറെ സന്തോഷവതിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്, സന്തോഷവാനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മാധു റഹീമിനെ അഭിസംബോധന ചെയ്യുന്നത്. കാരണം ചാനലുകൾ കാണുന്ന ഈ മലൻ ചാനലല്ല കേട്ടോ, ജനൻ ചാനൽ മാറ്റി നിർത്തിയത് മറ്റുള്ള ചാനലിലൊക്കെ കാണുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ആരൊക്കെയായിരുന്നു തുടക്കം മുതൽ ഈ ഒരു ചെറുപ്പക്കാർക്കൊപ്പം ഉണ്ടായിരുന്നെന്ന്. ഈ ചെറുപ്പക്കാരുടെ സമരവേദിയിൽ അവരോടൊപ്പം പോയിരുന്ന് ചർച്ച ചെയ്തിരുന്നത് ആരൊക്കെയായിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. MA ബേബി അടക്കമുള്ള ആളുകൾ ആ സമരവേദിയിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഈ ചോദ്യവും ഉത്തരവും പരമാവധി പിന്തുണ എന്നൊരു പ്രതീക്ഷ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇല്ല, വളരെയധികം ആവേശഭരിതമായിരുന്നു. ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഇന്ന് ഇത് കയ്യിൽ പിടിച്ച്, ഇന്ത്യൻ ഭരണഘടന കയ്യിൽ പിടിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതാണ് തുടക്കത്തിൽ നല്ലത് എന്ന് കരുതുകയാണ്. കാരണം നേരത്തെ ചോദിച്ചില്ലേ മാധു, അവരെ കണ്ടപ്പോൾ, അവരോട് ഇടപെട്ടപ്പോൾ, ആ സമരത്തിന്റെ ഭാഗമായി നിന്നപ്പോൾ വിജയിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന് ചോദിച്ചില്ലേ?
എല്ലാ കണ്ണുകളിലും കണ്ടത് ഉറച്ച ആത്മവിശ്വാസമായിരുന്നു. അവരുടെ ഏറ്റത്തെ ഡിറ്റർമിനേഷൻ അത് കണ്ണുകളിൽ കാണാമായിരുന്നു, അവരുടെ മുദ്രാവാക്യങ്ങളിൽ കാണാമായിരുന്നു, അവരുടെ കൈകളിൽ ഉയർന്നു നിന്ന ഭരണഘടനയുടെ പുസ്തകങ്ങളിൽ കാണാമായിരുന്നു, അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന. എന്റെ സുഹൃത്തുക്കളെ, എന്തായാലും എ റഹീം അതിഗംഭീരമായിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സമരം മുന്നോട്ട് പോയിരുന്നത് രണ്ട് വസ്തുക്കൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു 3 വസ്തുക്കളായിരുന്നു ഈ സമരം ചെയ്യുന്ന ആളുകളുടെ കയ്യിലുണ്ടായിരുന്നത്. അത് തോക്കും വടിയോ തീവ്രവാദമോ ഒന്നും ആയിരുന്നില്ല. ഉണ്ടായിരുന്ന സംഗതികൾ ഒന്ന് റോസാപ്പൂവായിരുന്നു, രണ്ടാമത്തത് ഇന്ത്യൻ ഭരണഘടനയായിരുന്നു, മൂന്നാമത്തത് ഇന്ത്യൻ ഫ്ലാഗ് ആയിരുന്നു. അതും കൂടാതെ നമ്മുടെ സമര നേതാക്കന്മാരുടെയൊക്കെ ചിത്രങ്ങൾ, ഗാന്ധിയുടെ ചിത്രങ്ങൾ, അംബേദ്കറുടെ ചിത്രങ്ങൾ, ഭഗത് സിംഗിന്റെ ചിത്രങ്ങൾ, ഇങ്ങനെ നമുക്ക് വേണ്ടി പോരാടി ഈ മണ്ണിൽ നിന്ന് മറഞ്ഞുപോയ ആളുകളുടെ ചിത്രങ്ങളുമായിട്ടായിരുന്നു ഇന്നത്തെ സമരം മുഴുവൻ നടന്നിരുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ കൃത്യമായിട്ടും കോൺഗ്രസ് അല്ല, ഒരു 100% എന്ന നിലയ്ക്ക് കോൺഗ്രസ് ഒരു കാരണവശാലും ഈ ഒരു സമരവേദിയിലേക്ക് ഉണ്ടായിരുന്നില്ല. അവർ മാറി നിൽക്കുകയായിരുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് പോലും ഈ സമരക്കാരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടേയില്ല. അവസാന നിമിഷങ്ങളിലാണ് ഈ പറയുന്ന ആളുകൾ ഇത് ഞങ്ങൾ കൂടി ഇടപെടേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും അവർക്ക് മാത്രമാവും, അത് പാടില്ല എന്നൊരു തോന്നലുണ്ടായത് അവസാന നിമിഷത്തിലാണ്. എന്തായാലും ഒരു സമരം വിജയിച്ചിരിക്കുന്നു. ഏറെക്കാലമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി മുന്നോട്ട് നയിക്കുന്ന ആ ഒരു ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ BJP ഗവൺമെൻറ്റാണ്. ആ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെ ധാരണയുള്ളവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ മുഴുവൻ. പക്ഷേ ഇത്ര കാലമായിട്ടും അവർ ചെയ്യുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ കൂട്ടായി നിന്ന് ഒരു മുദ്രാവാക്യം വിളിക്കാൻ പോലും കെൽപ്പില്ലാത്തവരായിട്ട് മാറിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ എന്നുള്ളതാണ്. എന്തിനേറെ, ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നേതാക്കന്മാരെ വിളിക്കാൻ തുനിഞ്ഞ രാഹുൽ ഗാന്ധിക്ക് അവർ വരില്ല എന്ന് ഉറപ്പായതിനാൽ കേക്ക് മുറിക്കാൻ വരൂ, ഇന്ന് ഒരു വലിയ നേതാവിൻ്റെ പിറന്നാളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കൃത്യസമയത്ത് അവിടേക്ക് സമരവേദിയിലേക്ക് അവരെത്തിയത്. കേക്ക് മുറിക്കാൻ ചെന്ന ആളുകൾക്ക് ഓരോ കഷ്ണം കേക്കും കൊടുത്തുകൊണ്ട് ഈ ഊർജം കൊണ്ടെങ്കിലും വരൂ എൻ്റെ ഒപ്പം, നമുക്ക് CJPയുടെ സമരത്തിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞതാണ്. എന്തൊക്കെയായാലും ഈ പറയുന്ന അട്ടിപ്പേർ അവകാശം എന്ന് പറഞ്ഞ സംഗതി നിർത്തേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ള വിജയം ആ CJP എന്ന് പറയുന്ന ആൾക്ക് തന്നെയാണ്. വേണമെങ്കിൽ അന്ന് മുതലേ അവർ സപ്പോർട്ട് ചെയ്തിരുന്നു, മനസ്സിലായില്ലേ? ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആശയം കൊണ്ടും സപ്പോർട്ട് ചെയ്തിരുന്നു ഇടതുപക്ഷക്കാർ എന്ന് പറയാം. എന്തായാലും കഴിഞ്ഞ ദിവസം അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗം നമ്മുടെ ഈ പറയുന്ന എ റഹീം നടത്തിയിട്ടുണ്ട് പാർലമെന്റിൽ. അതുകൂടി കേട്ടിട്ട് നമുക്ക് ബൈ ബൈ പറയാം. ഇതാ മലയാളം എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുവാകും, എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പെടുക്കും, വെളിച്ചം കടക്കാത്ത അറകളിലൂടെ സുൽത്താൻമാർ ഒളിച്ചോടും. അപ്പോൾ ഉറക്കച്ചടവില്ലാത്ത എന്റെ കുട്ടികൾ അതെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും.